രാമപുരത്തിന് പറയാനുള്ളത് രാമപുരം വായനശാലയും പിന്നെ അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ ഇതാണ് നമ്മൾ വായനശാല. പണ്ട് ഇത്രയും നല്ല ചെറിയ ശാലയാക്കി മാറി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ടത്തെ വായനശാല. ഇതാണ് ആ ബാലവാടി, ഞാൻ പഠിച്ച ബാലവാടി. ഇവിടെ ഗംഭീര ഉത്സവം, മറത്തുകളി ഇപ്പൊ കഴിഞ്ഞ. ഇതാണ് പാർക്ക്. നമ്മൾ കുട്ടികളെല്ലാം കൊണ്ട് സാധാരണ വരാറുണ്ട്. ഹായ്, നോക്കിക്കേ എന്താ രസം നമ്മളെ വയലപ്പുറ. ഇതാ നമ്മൾ എൻജോയ് ചെയ്യും. കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് തന്നെ ഒരു സുഖമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ അടുത്തുണ്ടാകും. ഇതൊക്കെ നമ്മളെ അമ്യൂണിറ്റീസ് ആണ് ശരിക്കും. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടാലോ? അടിപൊളിയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് പോകാൻ തോന്നില്ല. നമ്മൾ സൺസെറ്റ് മഴക്കാലത്ത് ഇത് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പം നമ്മളിങ്ങനെ കാത്ത് നിൽക്കും ശരിക്കും. ഈ ബ്ലോക്ക് കെട്ടി നമ്മളെ അണക്കെട്ടൊക്കെ കിട്ടുന്ന പോലെ ബ്ലോക്ക് ചെയ്ത് വെള്ളത്തിന് നമ്മൾ കുളിക്കാനൊക്കെ രാവിലെ എണീക്കുമ്പോൾ ന്യൂസ് വരും, ഏച്ചി അച്ഛൻ്റെ അനിയത്തിയോരെല്ലാം പറയുക കിണർ നിറഞ്ഞൊഴുകിയെന്ന്. അപ്പോൾ നമ്മൾ ആവേശത്തിലോടും. അങ്ങനെ നമ്മളിതാ രാമപുരം ബസ് സ്റ്റോപ്പ്. രാമപുരത്തിന് പറയാനുള്ളത് രാമപുരം വായനശാലയും പിന്നെ രാമപുരം നമ്മളെ ഇതാണ് വയലപ്പുറ അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പിന്നെ ഇതാണ് നമ്മളെ വായനശാലേനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു തട്ടകമായിരുന്നു ഈ വായനശാല. നമ്മൾ ബസ് വരുന്നുണ്ട്, ടൂറിസ്റ്റ് ബസ്. ഇതാണ് നമ്മൾ വായനശാല. പണ്ട് ഇത്രയും നല്ല ചെറിയ വായനശാലയായിരുന്നു. ഇപ്പം വായനശാല വലിയ വായനശാലയായി. ഓക്കെ, നമുക്ക് വായനശാലേൻ്റെ ഉള്ളിൽ നോക്കട്ടെ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്. വായനശാല ഓക്കെ, വായനശാലയാക്കി മാറി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ടത്തെ വായനശാല. ഇത് പുതിയ വായനശാലയാണ്. നമ്മൾ വരുന്നവർ ആകെ ഒരു പുറത്തൊരു എറിയും അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതിപ്പം ടൈമിനെ ഓപ്പൺ ആവുള്ളൂ. ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മളിതിൻ്റെ മുകളിൽ ക്യാരം ബോർഡ് കളിക്കൽ അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ. നമ്മൾ ബാലവാടി ഉണ്ട് കേട്ടോ, എന്നിട്ട് അങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെ ഇതുണ്ട് രാമപുരം അങ്കണവാടി. നമ്മൾ ബാലവാടി ആയിരുന്നു ഇത്. ഞാനും വിജേഷൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ആ ബാലവാടി, ഞാൻ പഠിച്ച ബാലവാടി. എനിക്ക് തോന്നുന്നു ഏകദേശം 1983-84 ആ വർഷത്തിലായിരിക്കും ഞാനിവിടെ പഠിച്ചിട്ടുണ്ടാവുക. അന്നേരം ഇതായിരുന്നില്ല, ചെറിയതായിരുന്നു. ഇപ്പോൾ അതിനും ഒരുപാട് മാറ്റം വന്നു. ഓക്കെ, അപ്പം നമുക്കിനി നേരെ വയലപ്പുറയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വായനശാലയും ബാലവാടിയും കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് വയലപ്പുറയിലേക്കാണ്. വയലപ്പുറയിലേക്ക് ഈ നേരെ അണീക്കര, വയലപ്പുറ എന്ന് പറയുമ്പോൾ അണീക്കര അമ്പലം, അവിടെയെല്ലാം ഒരുപാട് ഉത്സവത്തിനെല്ലാം നമ്മൾ പോകുന്നതാണ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞില്ലേ, മുകളിലേക്കൂടെ വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴിയാണ് ഇവിടുന്ന് താഴേക്ക് ഒരു റോഡ് ഉണ്ടാവുക. ആ റോഡ് ഒന്ന് കാണിച്ചോ, നോക്കിക്കോ. ഓക്കെ, അതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. പറയാൻ കാരണമുണ്ട്, പിന്നെ ഒരു വീഡിയോ വരും. പിന്നെ അപ്പം നേരെ വയലപ്പുറയിലേക്ക്. ഓക്കെ, അവിടുന്ന് കാണാം. അങ്ങനെ നമ്മൾ വയലപ്പുറ എത്താനായി. അയ്യോ, പൂച്ചകളെല്ലാം ഓടി റോഡുമ്മൽ വരുന്നുണ്ടല്ലോ. ഇതാണ് അണീക്കര. ഞാനിവിടെ സ്കൂളിൽ പഠിച്ചിട്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്, അണീക്കര സ്കൂള്. അവിടെ എൻ്റെ അനിയൻ പഠിച്ചിന്. അപ്പോൾ നമ്മളിവിടെ ഈ ഓണപ്പരിപാടികളെല്ലാം ഉണ്ടാവില്ലേ, അന്നേരം നടക്കുന്ന ഗ്രൗണ്ടെല്ലാം എല്ലാം മാറി, എല്ലാം കൺസ്ട്രക്ഷൻ സ്റ്റൈലും. ആ സ്കൂൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. ഇപ്പോഴത്തെ സ്കൂളാണ് വിജേഷ്, അല്ല സോറി ദേവ്. അപ്പോൾ അതാണ് അമ്പലം. ഓക്കെ, അണീക്കര അമ്പലം കണ്ട, അതാണ് അണീക്കര അമ്പലം. ഇതാണ് സ്കൂള്, അമ്പലത്തിൻ്റെ തന്നെ സ്കൂളാണ്, ദേവസ്വം LP സ്കൂള്. അപ്പം എൻ്റെ അനിയൻ ഇവിടെ പഠിച്ചിന്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഗംഭീര ഉത്സവം, മറത്തുകളി ഇപ്പം കഴിഞ്ഞ കാഴ്ചയും അങ്ങനെ ആയിട്ട് ഉത്സവം കഴിഞ്ഞ മാസം അങ്ങനെയാണ് ഉത്സവം കഴിഞ്ഞത്. അമ്പലമെല്ലാം സൂപ്പറായി. ഇവിടെ വെടിക്കെട്ടൊക്കെ നടക്കുമായിരുന്നു. നമ്മളിവിടെ ഈ പറമ്പത്ത് കാണാൻ വരും അന്നേരം വെടിക്കെട്ട്.
അങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ ഉള്ളിൽ പോകുന്നില്ല. ഇത് വയലപ്ര വി പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ വണ്ടിയും ബസ്സുകളൊക്കെ പോകുന്നില്ല. ഒരുപാട് വീക്കെൻഡിൽ, ഇന്നിപ്പം വീക്ക് ഡേ ആയതുകൊണ്ടാണ്, വീക്കെൻഡിലും ഒരുപാട് വണ്ടികൾ പോകും. അപ്പോൾ അത്രയും പിന്നെ വാഹനം വിരലായി. ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ ബിസിനസ്സും ഓരോന്ന് വെക്കും എല്ലാം, അങ്ങനെയൊക്കെ ആൾക്കാർക്കും നല്ല കാര്യമായി ഇതൊക്കെ വന്നതുകൊണ്ട്. ഇതാണ് പാർക്ക്. നമ്മൾ കുട്ടികളെല്ലാം കൊണ്ട് സാധാരണ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചായി വന്നിട്ട്. ഇന്ന് പിന്നെ ഞാനും ദേവും ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളൊന്നും നമ്മൾ കയറുന്നില്ല. വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സ്ഥലം ഒന്ന് കാണുന്നുണ്ടോ ദേവു? അടിപൊളിയല്ലേ വെള്ളം, വാവ്. ഈ ബാക്ക് വാട്ടർ നമ്മൾ ഇത് അപ്പുറത്തുനിന്ന് ഏഴിമലേൻ്റെ സൈഡിലും ആയി. ഇതിൻ്റെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ആ നല്ല രസമാണ് നമ്മളെ ബി പാർക്ക്, വയലപ്ര പാർക്ക്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒന്നും കൂടി, പണ്ടൊരിക്കൽ വീഡിയോ എടുത്തിന്, ഒന്നും കൂടി നമ്മളൊരു വീഡിയോയിൽ എടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്രാവശ്യം ഏതായാലും പറ്റൂല, നമുക്ക് സമയമില്ല. അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കടാ ദേവു. ഗ്ലാസ് തുറക്കണം. എടുത്തോ. നല്ല അടിപൊളി അനങ്ങാണ്ട് നല്ല സൂര്യനും ഈ സൈഡ് എന്താ ബ്യൂട്ടി നോക്കിയേ. നമ്മളെ നാട് അടിപൊളിയല്ലേ രാമപുരം എന്തുകൊണ്ടാണ് ഇതൊക്കെ കണക്റ്റഡ് ആണ്. രാമപുരത്ത് നിന്ന് ആകെ ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നത് വയലപ്ര പാർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും. അപ്പം നമ്മൾ സ്ഥലമാകെ മാറി. പണ്ടത്തെ റോഡല്ല, KSTP റോഡൊക്കെ വന്ന് നമ്മൾ ആ വഴിയോര വിശ്രമ കേന്ദ്രവും അതെല്ലാം രാമപുരത്താണ്. രാമപുരത്തെ അമ്പലം, രാമപുരത്തിൻ്റെ ഐശ്വര്യം. അപ്പോൾ എല്ലാം കൊണ്ടും രാമപുരം എപ്പോഴും ഒരു ഭയങ്കര ഓർമ്മയാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് രാമപുരത്ത് വരുന്നതും ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നതും. നല്ല രസമാണ്. നമ്മൾ ഇവിടുത്തെ ഇത് പോയി അല്ലേ. ഹായ്, നോക്കിക്കേ എന്താ രസം. നമ്മളെ വയലപ്ര, ഇതാണ് വയലപ്ര. രാമപുരത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ ആ റോഡിലേ വന്നു വയലപ്ര എത്തി. അവിടെയാണ് വയലപ്ര പാർക്ക് ഉള്ളത്. ഇവിടെ വൈകുന്നേരങ്ങളിലും വന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് ഈ കാറ്റും നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം നമ്മൾ സിറ്റിയിൽ നിന്നെല്ലാം നമ്മൾ വന്ന് ഇവിടെയൊക്കെ ഒരു എൻജോയ്, വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണ്. നമ്മൾ എൻജോയ് ചെയ്യും. കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് തന്നെ ഒരു സുഖമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ അമ്യൂണിറ്റീസാണ് ശരിക്കും. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് നമ്മൾ ആ ഫാസ്റ്റ് ലൈഫിൽ നിന്ന് നമ്മൾ നാട്ടിലെത്തുമ്പം നമ്മളെ നാട്ടിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര കാര്യമാണ്. ഇവിടെ ബോട്ടും ഇതെല്ലാം ഉണ്ട്. അവിടെയൊക്കെ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ട്. എനിക്ക് തോന്നുന്നു എന്തോ ഇഷ്യൂസ് ഉണ്ട്, പണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിനധികം ഡെപ്ത് ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് സ്പീഡ് ബോട്ട് ഇല്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യേണ്ട എല്ലാ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ചെറിയ എത്ര പൈസയേ ഉള്ളൂ. ആ ബ്രിഡ്ജ് കാണുന്നില്ലേ, ദൈവം ഒന്ന് സൂം ചെയ്തിട്ട് എടുത്താൽ ഓക്കെ. ആ ബ്രിഡ്ജിലേക്ക് സൂം ചെയ്തെടുത്താൽ ബോട്ടും കാണാം. അത് കംപ്ലീറ്റ് പോയിട്ട് അപ്പുറത്തൊരു ഐലൻഡ് പോലെ ആ സ്ഥലത്താണ് ഇവർ കംപ്ലീറ്റ് ഗെയിം സോണും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. ഒരു ഈവനിങ്ങെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വെക്കേഷൻ ടൈമിലൊക്കെ ഭയങ്കര റഷായി. ഇവിടെ ഒരുപാട് സംഗതികൾ ഇനിയും വരാം. അത്രയും ഓപ്പർച്യൂണിറ്റീസാണ് ശരിക്കും. ആൾക്കാർ വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആണ് ഒരുപാട് ടൂറിസം സംഭവങ്ങൾ അടിപൊളിയാവുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഇവിടെ ചെമ്മീൻ്റെ താണോ അത് നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടാലോ? അടിപൊളിയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് പോകാൻ തോന്നില്ല. നമ്മൾ സൺസെറ്റ് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും ശരിക്കും. നല്ല രസമാണ്, നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. എഗൈൻ രാമപുരം വഴി നേരെ പിലാത്തറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു വഴി കാണിച്ചു തന്നില്ലേ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ഇല്ലേ കുറച്ച് സംഗതികൾ കാണിക്കാനുണ്ട് നമ്മളെ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ശരിക്കും പാർക്കിലധികം തിരക്കില്ല. ഇതാണ് പാർക്ക്. നമ്മൾ ഇതിലേ അങ്ങോട്ടാണ് പാസ് ചെയ്ത് പോയത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ ബ്രിഡ്ജിലേക്കൂടെ വാട്ടറിലേക്കൂടെ അങ്ങോട്ടേക്ക് നടക്കണം ശരിക്കും.
ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ നമ്മളിത് ഈ വഴിയാണ് നേരത്തെ നമ്മൾ വണ്ടിയിൽ നിന്ന് കാണിച്ചു തന്നെ. ഈ വഴിയിലേക്ക് കൂടെ നമ്മൾ പണ്ട് ഇവിടെ വഴിയില്ല, ഇടയായിരുന്നു, ഇടവഴിയിലേക്കൂടെ. ആ ഇടവഴി നമ്മളിപ്പോൾ റോഡാക്കി മാറ്റി. അപ്പോൾ ഈ റോഡിലേക്കൂടെ നമ്മൾ താഴേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മളെ തറവാട്. അപ്പോൾ ഇതാണ്, ഇത് നമ്മളെ തറവാട് അല്ല. തറവാട് ഉണ്ടായിരുന്നത് ഇതിൻ്റെ മുന്നിലാണ്. അത് പൊളിച്ച് ഇവിടെ വേറെ വീട് വന്നു. അച്ഛൻ്റെ അനിയത്തി എടുത്ത വീടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലം. ഇവിടെ നമുക്കൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വീടെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ സ്ഥലമായിരുന്നു ശരിക്കും മൊത്തം. ഇപ്പം എല്ലാവരും പാർട്ടീഷൻ ചെയ്ത് എല്ലാം വേറെ ആൾക്ക് പോയി. എൻ്റെ മോനെ അന്തടെ ഓടുന്നത് അതാ പൂച്ച. ഇത് അടിയിലേക്കൂടെ ചെയ്ത ഈ കിണറുണ്ടല്ലോ, നമ്മൾ ചെറുതിലെ ഒരു ഓർമ്മയിലെ കിണറാണ് ഇത്. ഇതിപ്പം ശരിയാക്കി നല്ലൊരു രൂപത്തിലാക്കിയതാണ്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ പോലെ കിണറുണ്ടായിരുന്നു. മഴക്കാലത്ത് ഇത് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പം നമ്മളിങ്ങനെ കാത്തു നിൽക്കും ശരിക്കും. ഇത് ഈടെ ഇപ്പം വീടെടുക്കുന്നതുകൊണ്ട് ഇവരതിനെ വേറൊരു അത് കണ്ടോ പാമ്പിൻ്റെ സ്കിന്ന്. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ്. നമ്മൾ പണ്ട് ഈ നിറഞ്ഞ് ഒഴുകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ബ്ലോക്ക് കെട്ടി, നമ്മളെ അണക്കെട്ടൊക്കെ കെട്ടുന്ന പോലെ ബ്ലോക്ക് ചെയ്ത് വെള്ളത്തിന് നമ്മൾ കുളിക്കാനൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് ശരിക്കും ആ സമയത്ത്. രാവിലെ മഴക്കാലത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ എപ്പോഴാണ് രാവിലെ എണീക്കുമ്പോൾ ന്യൂസ് വരും, ഏച്ചി അച്ഛൻ്റെ അനിയത്തി ആരെങ്കിലും പറയുമോ കിണർ നിറഞ്ഞൊഴുകിയെന്ന്. അപ്പോൾ നമ്മൾ ആവേശത്തിലോടും ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതിലെല്ലാം നല്ലൊരു ഓർമ്മയാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാകെ മാറി നല്ല അടിപൊളിയായി. അങ്ങനെ നമ്മൾ രാമപുരം വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീട്ടിലും പോയി എല്ലായിടത്തും ഒന്ന് കണ്ടു. ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗാണ് രാമപുരത്തിൻ്റെ. അപ്പോൾ നമ്മൾ നേരെ ഇനി പിലാത്തറയിലേക്കാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.